ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ പോകുന്നത് മലപ്പുറം ജില്ലയിലെ പ്രശസ്തമായ അമ്പലത്തിക്കാണ്. തിരുമാതകുന്ന് എല്ലാവരും പോയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ പൂരത്തിനാണ് കേട്ടോ പോകുന്നത്. അത് ഞങ്ങൾ 9ാം പൂരത്തിനാണ് പോകുന്നത്. എല്ലായിടത്തും കാളവേലിയും പൂരം ഉണ്ടാവും. ഇവിടെ കാളവേല ഞങ്ങൾ കണ്ടിട്ടില്ല, അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഞങ്ങൾ പൂരത്തിനാണ് പോണത്. പകൽപ്പൂരത്തിനാണ് കേട്ടോ ആദ്യമായിട്ടാണ് പോണത്. രാത്രി പൂരത്തിന് ഞങ്ങൾ പോകാറ്. എന്നിട്ട് അമ്മ ടിക്കറ്റൊക്കെ എടുത്തു. ഞങ്ങൾ ട്രെയിനിലാണ് കേട്ടോ പോണത്. ഒരാൾക്ക് 10 രൂപയാണ്. അപ്പോൾ ഈസി ആയിട്ട് എത്താം. അപ്പോൾ ഇതാ ട്രെയിൻ വന്നു. ഞങ്ങൾ ഉള്ളിൽ കയറി. എന്തോ ഭാഗ്യത്തിന് സീറ്റ് കിട്ടിയിട്ടോ. തിരക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സീറ്റ് കിട്ടി. ഇപ്പോൾ ഇതാ അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തി. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്പലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇതാ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു വിഷ്ണുവിൻ്റെ അമ്പലം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതിൽ കയറിയിട്ട് തൊഴുതു. ഇവിടെ നല്ല കുളമൊക്കെ ഉണ്ടാകും, നല്ല ഭംഗിയായിട്ടോ അതൊക്കെ കാണാൻ. എന്നിട്ട് ഞങ്ങൾ മേൽപ്പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് ഞങ്ങൾ പോണത്. നടന്നിട്ടാണ് കേട്ടോ പോണത് അമ്പലത്തേക്ക്. സിമ്പിളായിട്ട് നമുക്ക് എത്താൻ പറ്റും. ഞങ്ങൾ അമ്പലത്തിലെത്തി. എന്നിട്ട് തൊഴുതു. ഈ ഒരു ഭാഗത്താണ് നമ്മളെ ദേവീനെ ആറാട്ടിൽ കുളിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒറ്റക്കാളേനൊക്കെ നിർത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ തൊഴുതിട്ടാണ് ഇവിടേക്ക് വന്നത്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, തിരക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. ഇനി പൂരമാകുമ്പോഴേക്കും കുറച്ചും കൂടി തിരക്ക് കൂടും. അപ്പോൾ ഞങ്ങൾ വേഗം തൊഴുത് ഈ ഒരു ഭാഗത്തേക്ക് വന്നു. ഇതൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഞങ്ങൾ വന്നിട്ടുണ്ട് വെച്ചാലും ഈ ഒരു ഭാഗമൊന്നും ഇതൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഈ ഒരു കുളം നല്ല ആഴുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൽ ഇപ്പോൾ വേനലായത് കൊണ്ട് കുറച്ചധികം വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ആ പൂരത്തിനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതാ പൂരം തുടങ്ങിയപ്പോൾ ആനകളൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് പറഞ്ഞാൽ കുത്തനെയുള്ള സ്റ്റെപ്പാണ്, നല്ല പാടട്ടോ അതിനെ ഇറങ്ങാൻ വേണ്ടി. നമ്മൾ തന്നെ വീണ് പോവും ആ ഒരു ഭാഗത്തുനിന്ന്. അപ്പോൾ ആനകൾക്കൊക്കെ എങ്ങനെയാണ് ഇറങ്ങുന്നത് ആനയൊക്കെയായിരുന്നു കേട്ടോ. ഞാനും അമ്മയും ചേച്ചിയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പൂരത്തിന്. പൂരം കാണാനായിട്ട് ജനക്കൂട്ടമായിരുന്നു കേട്ടോ. വെയിലൊന്നും അവർക്ക് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെ കാണാൻ വെയിലുണ്ടായിരുന്നില്ല, പക്ഷേ ചൂടുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഇന്നലെ മഴ പെയ്തിരുന്നു ഇന്നലെ. അപ്പോൾ അതുകൊണ്ട് ഒരു ഇളക്കുണ്ടായിരുന്നു ചൂടിന്. എന്നിട്ട് ഇതാ ആനകളൊക്കെ ഇറങ്ങി വരും. ഞങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് പോകാമെന്ന് വിചാരിക്കാനുണ്ട്. ആനകളെയൊന്നും മുന്നിൽ നിന്ന് കാണാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ ഒരു ആന അങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട് എത്തട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഇത്ര നേരം ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് ആന അവിടേക്ക് എത്തട്ടെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ 3 ആനകൾക്ക് നടക്കാൻ അവിടെ സ്ഥലമില്ല കേട്ടോ. അതുകൊണ്ടാണ് 2 ആന പിന്നെ ഒരു ആന ബാക്കിൽ വരുന്നത്. ഇതാ ആന ഞങ്ങളിതാ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരുമുറ്റത്തേക്ക് എത്തി. അപ്പോഴേക്കും ആനകളൊക്കെ കയറി ഇരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴേക്കും ആനകൾ തിരുമുറ്റത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പഞ്ചവാദ്യങ്ങളും മേളങ്ങളും നടക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ഭാഗത്തേക്ക് സൈഡാക്കിയിട്ട് നിന്ന് കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് സൈഡാക്കിയിട്ട് കണ്ടു. പക്ഷെ ഞങ്ങൾക്ക് പേടിയാണ് ആനപ്പുറത്തിന് വരാൻ വേണ്ടിയിട്ട്. അച്ഛനും ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കാണുമായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ആന എത്തിയിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞു.
അപ്പോൾ ഇതാ ആരിങ്ങനെ വലം വെക്കും കേട്ടോ. അപ്പോൾ പകൽപ്പൂരം കഴിഞ്ഞു, ഇനി രാത്രിപ്പൂരമാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതുവരെ നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോകാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ കുറച്ചേരം വിശ്രമിച്ചു. അപ്പോൾ ആ 3 ആനകളിൽ ഒരാന ഇവിടെ എവിടെയോ കെട്ടിയിടാനാണ്. അപ്പോൾ ഞങ്ങളിതാ ടിക്കറ്റൊക്കെ എടുത്ത് വീട്ടിൽ പോകാനാണ്. ബായ്.